ഹലോ ഹായ് നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ കാലമായി കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വന്നിട്ട് അപ്പം നമുക്ക് ചെറുതല്ല കുഴപ്പമില്ലാത്തൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. ഞാനായിട്ട് ഉണ്ടാക്കണത്. അപ്പം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അമ്മ ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നോക്കാം. നേരെ നമ്മൾ ഉള്ളിയുടെ ഷേപ്പ് ഒന്നും കണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഉള്ളിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ കരിവേപ്പിൻ്റെ ഇല. വലിയ കഥയിലുള്ള ഇതൊന്നല്ല. അമ്മ തക്കാളി ഇല്ലേ അമ്മ? എവിടെ അയച്ചിട്ടില്ല. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ കരിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചു വന്നിരിക്കാം കേട്ടോ. പിന്നെ ചിക്കൻ കറി വലിയ സെറ്റപ്പായിട്ടുള്ള ചിക്കൻ കറി ഒന്നുമല്ല, തട്ടിക്കൂട്ടുണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും വയ്യ. പക്ഷെ ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. നാളെ ഞാൻ പോകുമ്പോൾ കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് ഇന്നലെ കുറച്ച് പേര് എന്നെ വിളിച്ചു നോക്കലൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നല്ല, രാത്രി ഞങ്ങൾ ഇവിടെ മൊത്തം തുണിയിട്ടിട്ട് ഈ ഫാൻ ഇടും. എന്നിട്ട് അങ്ങനെയാണ് ഉണക്കൽ. ചിലപ്പോൾ ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ ചില സമയത്ത് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ടൗസർ കാര്യങ്ങൾ കുറച്ച് കനം കൂടിയതാണ് കേട്ടോ. അത് കാരണമാണ് ഈ സാധനം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലർ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇട്ടാലേ നമുക്ക് സാധനങ്ങളൊക്കെ ഉണങ്ങുള്ളൂ, വേറെ സ്പേസ് നമുക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. ബുദ്ധൻ്റെതും ആനയും വന്നിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു 5-6 കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടൊന്ന് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ച്, ഫ്രണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി അതുപോലെ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും കുറച്ച് മസാലയൊക്കെ പരത്തി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വറുത്തിട്ട് കറി ഉണ്ടാക്കുക. കറിയല്ല, ഒരു ഇങ്ങനെ എന്താ പറയുക, കട്ടയൊക്കെ ഉണ്ടാക്കില്ല, നമ്മൾ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയുടെ കളർ കണ്ടിട്ട് പേടിക്കേണ്ട, അത് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ, ഒരു കുഴപ്പമില്ല ചട്ടിക്ക്. അപ്പോൾ ഇങ്ങനെ വറക്കണ ഒരു ചട്ടി കൊണ്ടാണ് അതിൻ്റെ കോലം ഇങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും 2 വട്ടം വറക്കണം എന്തായാലും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അവസാന വീഡിയോ കണ്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും വറുത്തിട്ട് വരട്ടെ നേരെ. അങ്ങനെ ചിക്കൻ എന്തായാലും അവിടെ കടന്നിങ്ങനെ വേവുണ്ട് കേട്ടോ. അപ്പോൾ മസാല കൂട്ടിയത് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. അപ്പോൾ എന്തായാലും 2 വട്ടം 3 വട്ടം വറക്കാനുള്ള ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. 2-2.5 കിലോ ചിക്കനാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉപയോഗിക്കാമല്ലോ 2-3 ദിവസം. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ. ഗ്രേവി ഉണ്ടാക്കാൻ ഒരു ചെറിയ കുക്കർ വെച്ചു, എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വല്ലാണ്ട് പറയണമെന്നില്ല, സാധാ ചിക്കൻ കറി. അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ഇന്ന് ഇട്ടിട്ടുമില്ല. അപ്പോൾ എന്നാൽ ശരി, ഞാൻ കറി ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കട്ടെ വെച്ചിട്ട് അങ്ങനെ വന്നാൽ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ പോയി അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വീഡിയോസൊക്കെ കമ്മിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റണമില്ല, ഒന്നാമത് എനിക്ക് സമയമില്ല. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂക്കട്ടെ. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂത്തതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ 2 സ്പൂൺ ഇട്ടോ. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം, ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട്. അപ്പോൾ 2 കുക്കറിലായിട്ട് വെക്കണം എന്ന് വിചാരിച്ചാണ്. പെട്ടെന്ന് പ്ലാനിങ് മാറിയിട്ടോ. പിന്നെ ചെറിയ പണി ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അവസാനം വീഡിയോസ് ഫുള്ളായിട്ടിരുന്ന് കാണുമ്പോൾ അതിൻ്റെ എന്താ പരിപാടി പണി കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും സെറ്റായി, ഒന്ന് ഇളക്കി മറിച്ച്. ഇനി എന്തായാലും നല്ല അവിടെ കടന്നിട്ടൊരു 4 വിസിലിൽ 3 വിസിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിടണം കേട്ടോ. നല്ല പേസ്റ്റ് ആവണം. അപ്പോൾ 3 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം സെറ്റാവും കേട്ടോ. അപ്പോൾ എന്തായാലും 3 വിസിലൊക്കെ നമ്മൾ വെക്കാമെന്ന് പ്ലാനിങ്ങോട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നടക്കുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് എന്താന്ന്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇഞ്ചി ഒന്നുകൂടി കുറച്ച് ഇഞ്ചി കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ പച്ചമുളക് അരിഞ്ഞതും, പിന്നെ അതുപോലെ സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് സവാള ഇഞ്ചി കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞില്ല, അങ്ങനെ ചെറിയ 2-3 തക്കാളി ഉണ്ടായിരുന്നു, അങ്ങനെ ഇട്ടു. പിന്നെ നമ്മുടെ പച്ചമുളകും അതുപോലെ ഉരുളക്കിഴങ്ങ് അതുപോലെ സവാള കാര്യങ്ങളൊക്കെ അതിലിട്ട് സെറ്റാക്കുക, നേരെ അടച്ച് വേവിക്കുക. അത്രേ ഉള്ളൂ പരിപാടി, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് ഞാനിട്ട പേര് തട്ടിക്കൂട്ട് ചിക്കൻ കറി. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അതിൻ്റെ ഇടഭാഗത്തൊക്കെ കണ്ടിട്ടൊക്കെ എങ്ങനെയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കുക. സെറ്റപ്പാണ്, തട്ടിക്കൂട്ടൊന്നുമില്ല. പണി അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. മറ്റേ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിലും പണിയുണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്, സെറ്റാണ്. പക്ഷെ അതിൻ്റെ ബാക്കി പകുതി കണ്ടിട്ട് അങ്ങനെ പോവല്ല കേട്ടോ. നിങ്ങൾക്ക് അടിപൊളി ചിക്കൻ കറി കഴിക്കുന്ന വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പശുവിൻ്റെ കാലിപ്പാത്രം കഴുകിയപ്പോൾ ഞാൻ നമ്മുടെ ജാറൊന്ന് കഴുകി പാർന്നുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഒന്ന് അടച്ച് വേവിക്കട്ടെ ഞാൻ. അപ്പം ഒന്ന് വേവിച്ചതിന് ശേഷം കാണാം കേട്ടോ. നമ്മൾ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയി, ചെറിയൊരു പണി കിട്ടി. വേറെ ഒന്നുമല്ല, ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് ചിക്കൻ കറിയുടെ. അപ്പോൾ എന്തായാലും പണി കിട്ടിയതല്ലേ, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടളേ. അപ്പോൾ എന്തായാലും നമ്മൾ അടുപ്പത്ത് വെച്ചെടുക്കാം കേട്ടോ. അടുപ്പൊന്നും യൂസ് ചെയ്തില്ല ഞങ്ങളധികം. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ചിക്കൻ പൊരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കറി ആയിട്ടോ. ഞങ്ങൾ അടുപ്പത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. അതുപോലെ ചിക്കൻ, ആ ചിക്കൻ തന്നെയാണ്, മസാല ഇടാത്ത കുറച്ച് ചിക്കനാണ് കേട്ടോ. അപ്പം ഇനി ചോറ് കഴിക്കട്ടെ ഇനി. അപ്പോൾ അമ്മ അപ്പുറത്തുനിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, തിരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.